ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത് NSS ഈ ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് ഒരു ഇരട്ട ലക്ഷ്യമുണ്ട്. ഒന്ന്, പിന്നെ ഇടതുപക്ഷ മുന്നണി മൂന്നാമതും വരും, അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ഭരണം മൂന്നാമതും വരും എന്ന തോന്നലിൽ നിന്ന് അതിന് ആവശ്യമായ ഒരു ഒരുക്കം നടത്തുക ഒരു പക്ഷത്ത്. അഥവാ UDF വരികയാണെങ്കിൽ അത് താക്കോൽ സ്ഥാനത്ത് പിന്നെ NSSൻ്റെ പ്രിയപുത്രൻ എന്ന് അവർ വിചാരിക്കുന്ന രമേശ് ചെന്നിത്തല പിന്നെ കുടിയിരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം. ഈ ഇരട്ട ലക്ഷ്യമാണ് NSSനുള്ളത്. പക്ഷേ ഇതിൻ്റെ ദുര്യോഗം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് പിന്നെ സമുദായ സംഘടനകൾക്ക് പറയാൻ അവകാശമുണ്ട് എന്നത് സ്ഥിരമായി കോൺഗ്രസ് UDF പറയുന്ന ഒരു വാചകമാണ്. സമുദായ സംഘടനകൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ അവകാശമുണ്ട്. പക്ഷേ സമുദായ സംഘടനകൾ പറയുന്ന അഭിപ്രായങ്ങൾ എന്താണ്? ഏത് വിഷയത്തിലാണ് അഭിപ്രായങ്ങൾ? അവരുടെ എന്തെങ്കിലും അവകാശങ്ങൾ, ന്യായമായ അവകാശങ്ങളെക്കുറിച്ചാണോ സംസാരിക്കുന്നത്? അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട എന്തെങ്കിലും പരിഗണനകളെക്കുറിച്ചാണോ സംസാരിക്കുന്നത്? ഇവിടെ പിന്നെ സമുദായ സംഘടന എന്ന നിലയിൽ വെള്ളാപ്പള്ളി നടേശൻ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? അദ്ദേഹം ഈ സമൂഹത്തെ വിഭജിക്കുന്നതിന് വേണ്ടിയുള്ള, വർഗീയ അടിസ്ഥാനത്തിൽ രണ്ടായി തീർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. അതിനെ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ സമുദായ സംഘടനയുടെ ആവശ്യമെന്നോ അല്ലെങ്കിൽ അവരെ പരിഗണിക്കേണ്ടതിൻ്റെ കാര്യമായിട്ടാണോ നമ്മൾ എടുക്കേണ്ടത്? അതേപോലെ തന്നെ NSS പറയുന്നത് അധികാരത്തിലെ പങ്കാളിത്തത്തെക്കുറിച്ചാണ്. അധികാര സ്ഥാനങ്ങളിലെ, മന്ത്രിസ്ഥാനങ്ങളിലെ, ഭരണത്തിലെ പങ്കാളിത്തം, അതിലുള്ള പിന്നെ സർക്കാരിൽ അങ്ങനെ ഒരു പങ്കാളിത്തത്തെക്കുറിച്ചുള്ള ആരോപണം NSSന് ഇല്ലല്ലോ. NSS ഇല്ല. NSS സ്വാഭാവികമായി ഒരു UDF ഘടകകക്ഷി എന്ന നിലയിൽ, അല്ലെങ്കിൽ UDFനെ അനുകൂലിക്കുന്ന സംഘടന എന്ന നിലയിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. നിങ്ങൾ 2011 തെരഞ്ഞെടുപ്പ് അങ്ങനെയല്ല. ഈ നിലവിലെ മന്ത്രിസഭയെക്കുറിച്ച് ചിലർ ആക്ഷേപിച്ച് പറയുന്നത് തന്നെ കരയോഗ മന്ത്രിസഭ എന്നാണ്. തീർച്ചയായും. അതുകൊണ്ട് തന്നെ NSSന് പ്രത്യേകിച്ച് എന്തെങ്കിലും അവകാശപ്പെടാനില്ല. എന്നാൽ വോട്ടെടുപ്പ് സമയത്ത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് NSS സ്വീകരിച്ച നിലപാടെന്താണ്? സാമ്പത്തിക സംവരണം അല്ലെങ്കിൽ മുന്നോക്ക സംവരണത്തിൻ്റെ മറ പിടിച്ചുകൊണ്ട് ഈ ഗവൺമെൻറ്റിന് അനുകൂലമായ നിലപാടല്ലേ NSS അതിൻ്റെ മണ്ഡലങ്ങളിൽ സ്വീകരിച്ചത്. നിങ്ങൾ തിരുവനന്തപുരം, ഇപ്പം NSS പ്രതിനിധീകരിക്കുന്ന ജനസമൂഹത്തിൻ്റെ സ്വാധീന മേഖലകളിൽ നിന്ന് നമുക്ക് കാണാവുന്ന മേഖല ഏതാണ്? തിരുവനന്തപുരമാണ്, കോട്ടയമാണ്, പത്തനംതിട്ടയാണ്, പിന്നെ കൊല്ലം ജില്ല, ആലപ്പുഴ ജില്ലകളുടെ ചില പ്രദേശങ്ങളാണ്. ഇവിടങ്ങളിൽ UDFൻ്റെ പ്രകടനം എന്താണ്? ആകെ 4 കോൺഗ്രസ് MLAമാരാണ് ഈ ജയിച്ചത്. 4 or 6 കോൺഗ്രസ് MLAമാരാണ് ജയിച്ചത്. തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള പിന്നെ UDFൻ്റെ മൊത്തം പ്രകടനം എടുത്ത് നോക്കൂ. അപ്പോൾ NSSൻ്റെ സ്വാധീന മേഖല എന്നത് തെക്കൻ കേരളമാണ്. തെക്കൻ കേരളത്തിൽ തന്നെ ചില പ്രത്യേക ഏരിയകളാണ്. ഈ മേഖലകളിൽ NSSന്റെ സ്വാധീനം കൊണ്ട് തന്നെയാണോ എന്നാണ് എൻ്റെ ചോദ്യം. ഇപ്പോൾ ഉദാഹരണത്തിന് വട്ടിയൂർക്കാവിൽ NSS പരസ്യ നിലപാട് സ്വീകരിച്ചു. UDF സ്ഥാനാർത്ഥിക്ക് പരസ്യ പിന്തുണ കൊടുത്തു. അവിടെ എതിർ സ്ഥാനാർത്ഥി, LDF സ്ഥാനാർത്ഥി തുടർച്ചയായി 2 വട്ടം ജയിച്ചു. ഇതൊക്കെ അപ്പോൾ NSS പറയുന്നിടത്ത് ആളുകൾ വോട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതാണ് UDF മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. NSS പറയുന്നിടത്തല്ല അതിൽ സമുദായ അംഗങ്ങൾ വോട്ട് ചെയ്യുന്നത് എന്നൊരു യാഥാർത്ഥ്യം UDFൻ്റെ നേതൃത്വത്തിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അവർ ഇത്തരം പിന്നെ എന്താ പറയുക, സമുദായ സംഘടനകളുടെ നേതാക്കളുടെ ഭീഷണിക്ക് വഴുകയാണ്. അതുകൊണ്ടാണ് ഇത്തരം വാചകങ്ങൾ ഉണ്ടാവുന്നത്. അവർക്ക് സമുദായത്തിൽ സംഘടനകൾക്ക് പിന്നെ എന്താ പറയുക, പിന്നെ അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശമുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? സമുദായ സംഘടനകൾക്ക് രാഷ്ട്രീയത്തിൽ ഇടപെടാൻ അവകാശമില്ല എന്ന് കൃത്യമായി പറയേണ്ടതില്ലേ? അവർക്ക് അവരുടെ ആവശ്യങ്ങൾ പറയുന്നതും അഭിപ്രായങ്ങൾ പറയുന്നതും അതേസമയം പിന്നെ അധികാരത്തിലും രാഷ്ട്രീയത്തിലും ഇടപെടുന്നതും രണ്ടല്ലേ? അതിന് രണ്ടായി തിരിക്കാത്ത NSSനെയും SNDPയും താരതമ്യം ചെയ്യുമ്പോൾ SNDP ജനറൽ സെക്രട്ടറി തുടർച്ചയായി വിഭാഗീയവും വർഗീയവുമായ പ്രസ്താവന നടത്തുന്നു. അതിനെ VD സതീശൻ കൃത്യമായി ചോദ്യം ചെയ്യുകയും തള്ളിപ്പറയുകയും ചെയ്യുന്നുണ്ട്. അതേസമയം NSS അത്തരത്തിലുള്ള പ്രസ്താവനകളൊന്നും നടത്താറില്ല. NSS കുറെ കൂടി പക്വമായി കാര്യങ്ങൾ തീരുമാനിക്കുന്നു. LDF സർക്കാർ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തുകയാണെങ്കിൽ ആ സോഷ്യൽ എഞ്ചിനീയറിംഗിനെ അവരുടെ സമുദായത്തിന് ഗുണകരമായ രീതിയിൽ അതിന് ഉപയോഗപ്പെടുത്തുന്നു. അതിലിപ്പോൾ എന്താണ് തെറ്റ്? തീർച്ചയായും തെറ്റല്ല. അത് തെറ്റ്. ഞാൻ പറയാൻ ശ്രമിക്കുന്ന കാര്യം, അവരുടെ രാഷ്ട്രീയമായ ആവശ്യങ്ങളിലാണ് ഇടപെടുന്നത്. ഇപ്പം UDFൻ്റെ കാലത്ത് താക്കോൽ സ്ഥാനം എന്നത് സമുദായത്തിൻ്റെ ആവശ്യമാണോ? എന്താണ് അത്? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയെ പിന്നെ അധികാരത്തിൻ്റെ താക്കോൽ സ്ഥാനത്ത് നിർത്തുക എന്നുള്ളത് സമുദായ സംഘടനയുടെ, അതിലൂടെ എന്താണ് ലക്ഷ്യം വെക്കുന്നത്? സമുദായ സംഘടനയ്ക്ക് എന്താണ് ഗുണം? സമുദായ അംഗങ്ങൾക്ക് എന്താണ് ഗുണം?